ഹായ് എവരി വൺ. നമ്മളെ ഇന്നത്തെ സെക്ഷൻ ദ ഹില്ല് സൈഫർ ക്രിപ്റ്റോ സിസ്റ്റം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വി ഡിസ്ക്രൈബ് അനദർ പോളി ആൽഫബറ്റിക് ക്രിപ്റ്റോ സിസ്റ്റം കാൾഡ് ഹില്ല് സൈഫർ. നമ്മുടെ ഹില്ല് സൈഫർ എന്നുള്ള എന്താണ്? വേറൊരു പോളി ആൽഫബറ്റിക് ക്രിപ്റ്റോ സിസ്റ്റമാണ്. Let m be a positive integer and define p is equal to c is equal to z26 raised to m. അതായത് എം എന്നുള്ളത് ഒരു പോസിറ്റീവ് നമ്പർ എടുത്തു. അതുപോലെ പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും നമ്മൾ ഏതാ എടുത്തിട്ടുള്ളത്? z26 raised to m. The idea to take m linear combination of m alphabetic character in one plain text element. അതായത് ഇത് എങ്ങനെയാണ് ഇത് ഐഡിയ ചെയ്യുന്നത് വെച്ചാൽ എം ലീനിയർ കോമ്പിനേഷൻ ഓഫ് എം ആൽഫബറ്റിക് ക്യാരക്ടർ വൺ പ്ലെയിൻ ടെക്സ്റ്റ് എലമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗിവൺ പ്ലെയിൻ ടെക്സ്റ്റ് എലമെൻ്റ് ഉണ്ട്. ആ പ്ലെയിൻ ടെക്സ്റ്റിലെ നമ്മൾ എന്ത് ചെയ്യാണ്? എം ചൂസ് ചെയ്തിട്ട് ആ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങനെ പെയറുകളാക്കുകയാണ്. അതായത് എം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നോക്കി. ഇഫ് എം is equal to 2 എടുത്തു, എം is equal to 2 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ 2 2 2 എന്നുള്ള ലെറ്ററുകളാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു എലമെൻറ്റ് എക്സ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? x1 x2 എന്നാണ് എഴുതുക. അപ്പോൾ അതിൻ്റെ സൈഫർ ടെക്സ്റ്റ് എലമെൻറ്റ്, അപ്പോൾ ആ നമ്മളെ മാറ്റിയ സൈഫർ ടെക്സ്റ്റ് എലമെൻറ്റ് എങ്ങനെയാകാരം വരിക? y1 y2 എന്നാണ്. ഈ y1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ചൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ചൂസ് ചെയ്ത എലമെൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അതായത് y1 ഏതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷനേക്ക് കാരണം x1 x2ൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ y2 ഏതിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്? x1 x2ൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അങ്ങനെയാണ് ഇവിടെ ഈ നമ്മളെ ഹില്ല് സൈഫർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടേക്ക് നമ്മൾ y1 എങ്ങനെയാണ് എടുക്കുന്നത്? 11x1 പ്ലസ് 3x2 മോഡ് 26. അതേപോലെ y2 എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ എടുക്കുന്നത്? 8x1 പ്ലസ് 7x2 മോഡ് 26. നമുക്കറിയാം ഇത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ? നമുക്കറിയാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ താഴ്ന്ന ക്ലാസ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് AX ഈക്വൽ ടു ബി എന്നുള്ള രൂപത്തിൽ നമ്മൾ എടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക മെട്രിക്സ് മെത്തേഡിൽ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇവിടെ വേരിയബിൾ x1 x2 ആണ്. സോ നമുക്ക് എങ്ങനെ ചെയ്ത് അതിനെ ഓർഡേർഡ് പെയർ y1 y2 ഇസ് ഈക്വൽ ടു x1 x2 ഓഫ് ദി 2x2 മെട്രിക്സ് 11 8 3 7 വേർ ഓൾ ഓപ്പറേഷൻസ് ആർ ഇൻ Z26. അതായത് ഇവിടെ എല്ലാ ഓപ്പറേഷനും ഇവിടെ നടക്കുന്നത് എന്തിലാണ്? Z26ലാണ്. ഓക്കെ, ഇതാണ് ഹില്ല് സൈഫറിൻ്റെ ആദ്യ ഒരു ഔട്ട്ലൈൻ എന്നുള്ളത്. ഇനി നമ്മൾ ജനറൽ കേസിലേക്ക് വരുമ്പോൾ നമ്മളൊരു കീ, അതായത് ഇൻ ജനറൽ വി വിൽ ടേക്ക് ആൻ m ക്രോസ് m മെട്രിക്സ് K ഹാസ് അവർ കീ. അതായത് നമ്മളെ കീ നമ്മൾ ചൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു m ക്രോസ് m മെട്രിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യാണ്. വേർ K is equal to മെട്രിക്സ് ഓഫ് Aij ഫോർ x is equal to x1 x2 etc. xm belongs to the plain text P and K belongs to K. We compute y is equal to ek of x is equal to ordered pair y1 y2 etc. ym, where ordered pair y1 y2 etc. ym is equal to ordered pair x1 x2 etc. xm into the m cross m matrix k11 k12 etc. k1m etc. kmm. അതായത് നമ്മുടെ ജനറൽ കേസിൽ വരികയാണെങ്കിൽ നമ്മളൊരു കീ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു m ക്രോസ് m മെട്രിക്സ് ആയിട്ട് നമ്മൾ കീനെ ചൂസ് ചെയ്തു. അപ്പം നമ്മൾ ഗിവൺ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും. ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ എം എത്രയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടാൽ ആ എമ്മിനനുസരിച്ച് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്യും.
ആ ഡിവൈഡ് ചെയ്ത ഒരു എലമെൻറ്റിനെയാണ്, അതായത് ആ ഡിവൈഡ് ചെയ്തതിനാണ് ഫസ്റ്റത്തെയാണ് എക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എം ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് എങ്ങനെ കാരണം x1 x2 എക്സെട്ര xm വരെ ഒരു എലമെൻ്റ് ആവും. ആ ഒരു എലമെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ y is equal to ek of x that's equal to y1 y2 എക്സെട്ര ym. അതായത് ആ ym ഏതിനോട് ഈക്വൽ ആയി കാരണം ആ നമ്മൾ എന്താണോ എക്സിനെ, അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്തത് അതേ ഇൻറ്റു നമ്മളെ കീ ഉപയോഗിച്ചിട്ടുള്ള മെട്രിക്സ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് നമ്മളിതിനറിയാം, നമുക്കിത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് അറിയാം. സോ നമുക്കതിനെങ്ങനെ എഴുതാം, y is equal to x into k എന്ന് എഴുതാം, x into k. ഇനി we have to consider how decryption will be work. ഇതിൽ എങ്ങനെയാണ് ഡീക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമുക്കറിയാം, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ കാരണം y ഇൻറ്റു കെ ഇൻവേഴ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡീക്രിപ്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റിസൾട്ടാണ് നോക്കുക. ഫസ്റ്റ് റിസൾട്ട്, ഇഫ് എ is a L cross M matrix and B is another matrix is B cross N matrix, then the product A cross B is L cross N matrix. ഓക്കെ, അതായത് എ എന്നുള്ളത് ഒരു എൽ ക്രോസ് എം മെട്രിക്സ് ആണ്, അതുപോലെ ബി എന്നുള്ളത് എം ക്രോസ് എൻ മെട്രിക്സ് ആണെങ്കിൽ എ ബി എന്നുള്ളത് നമുക്ക് എന്ത് പറയാം, എൽ ക്രോസ് എൻ മെട്രിക്സ് ആണ് നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ 3 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ആ 3 മെട്രിക്സ് എന്താണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ദാറ്റ് ഈസ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അതേപോലെ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് അറിയാം, എന്താണ് എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം ക്രോസ് എം മെട്രിക്സ് ആണെങ്കിൽ ആൾ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 1 ആൻഡ് അനദർ എലമെൻറ്റ്സ് ആർ 0. That is called identity matrix. Fifth one, inverse of matrix. Very very important ആണ് നമ്മൾ മെട്രിക്സിൽ പഠിച്ചിട്ടുള്ളത്. എ എന്നുള്ള ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ദർ എക്സിസ്റ്റ് അനദർ മെട്രിക്സ് ബി സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ. അതായത് എ ഇൻറ്റു ബി ചെയ്താലും ബി ഇൻറ്റു എ ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം, ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. അത്തരം മെട്രിക്സുകളാണ് നമ്മൾ എന്ത് പറയാം, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയാം. അതായത് എ എം ക്രോസ് എൻ മെട്രിക്സ് ആണെങ്കിൽ ഇസ് ദി മെട്രിക്സ് എ ഇൻവേഴ്സ് സച്ച് ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്നുള്ള മെട്രിക്സ് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് വെരിഫൈ ദാറ്റ് 11, 8, 3, 7 all inverse is equal to 7, 8, 23, 11 in Z26. അതായത് നിങ്ങളോട് വെരിഫൈ ചെയ്താൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ 2x2 മെട്രിക്സ് ഉണ്ട്, ഏതാണ് 11, 8, 3, 7. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 7, 8, 23, 11 ഇൻ Z26. അതായത് Z26 അതിൻ്റെ ഇൻവേഴ്സ് ആരാന്നുള്ളതാണ്, ആ മെട്രിക്സ് ആണെന്നുള്ളതാണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഇൻവേഴ്സ് എന്നുള്ള മെട്രിക്സും നമുക്ക് ഇൻവേഴ്സ് കിട്ടിയ മെട്രിക്സും തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡ് 26 മോഡിലോ 26 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഗിവൺ മെട്രിക്സ് കിട്ടും. ഓക്കെ, അതായത് ഗിവൺ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, 11, 8, 3, 7 എന്നുള്ള മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആരാന്ന് പറയാൻ പറ്റും, 7, 8, 23, 11 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡെഫിനിഷനാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഏതിൻ്റെ ഡെഫിനിഷനാണ്, ഹില്ല് സൈഫറിൻ്റെ ഡെഫിനിഷനാണ്. ലെറ്റ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ബി ആൻ ഇൻഡിജർ. ലെറ്റ് P is equal to C is equal to Z26 raised to M, and let K is equal to set of all invertible matrix of order M cross M over Z26. For a key K we defined EK of X is equal to XK and DK of Y is equal to YK inverse where all operations are in Z26. അതായത് നമ്മൾ ഹില്ല് സൈഫർ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ
പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും ഏതാണ്? Z26m ആണ്. അതേപോലെ നമ്മളിവിടെ കീ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്താണ്? ഒരു M×M മെട്രിക്സിൽ അത് എന്താവണം? ഇൻവേർട്ടിബിൾ ആവണം. എവിടെ? Z26. അങ്ങനെയാണെങ്കിൽ EK(x) എന്ന് പറഞ്ഞത് എന്താണ്? x×k ആണ്. അതേപോലെ DK(y) എന്ന് പറഞ്ഞത് എന്താണ്? y×k ഇൻവേഴ്സ് ആണ്. ഇവിടെ എല്ലാ ഓപ്പറേഷൻസും എന്താണ്? Z26 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 1.5 ആണ്. സപ്പോസ് ദി കീ ഈസ്, നമ്മളെ കീ എന്നുള്ളത് K, 2x2 മെട്രിക്സ് 11, 8, 3, 7. From the computation above, we have that K inverse is equal to 7, 18, 23, 11. Suppose we want to encrypt the plain text July. അതായത് നമുക്ക് മുന്നേ തന്ന ഇവിടെ K എന്നുള്ളത് നമ്മൾ മുന്നേ തന്ന മെട്രിക്സ് നമ്മൾ എടുത്തു. അതേപോലെ തന്നെ നമുക്കറിയാം ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് നമ്മൾ മുന്നേ കണ്ടതുമാണ്. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ജൂലൈ എന്നുള്ള ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സൈഫർ ടെക്സ്റ്റിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ജൂലൈ എന്നുള്ള ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ഇവിടെ 2 ആണല്ലോ, K എന്നുള്ളത് ഒരു 2x2 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടുന്ന് മനസ്സിലാക്കണം? 2 എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജൂലൈ എന്നുള്ളതിനെ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്തു. അതായത് JU ഒന്നും അതേപോലെ LY രണ്ടാമത്തതാക്കി എടുക്കുക. അപ്പോൾ ആദ്യം JUനെ നമ്മൾ മാറ്റുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂ ഏതാണ്? 9, 20 ആണ്. അതേപോലെ തന്നെ 11, 24 എന്താണ്? കറസ്പോണ്ടിങ് ടു LY ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ ന്യൂമറിക്കലാക്കി കൺവേർട്ട് ചെയ്തു. ഇനി EK ഓഫ് 9, 20 നമുക്ക് എങ്ങനെ എഴുതാം? 9, 20 ഓഫ് ദി മെട്രിക്സ് 11, 8, 3, 7. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡ് 26 നമ്മൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 3, 4 എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള LYനെ നമ്മൾ എങ്ങനെ എടുക്കുക? EK ഓഫ് 11, 24 is equal to 11, 24 into the matrix 11, 8, 3, 7. അതും ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡ് 26 നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 11, 12. ഇനി നോക്കുക, നമുക്ക് മുന്നേ കിട്ടിയ 3, 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റിക് ആരാണ്? DE ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് 11, 12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? LW ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ ദി എൻക്രിപ്ഷൻ ഓഫ് ജൂലൈ ഈസ് DELW ആണ്. ഇതേപോലെ നമ്മൾ ഡീക്രിപ്ഷൻ, അപ്പോൾ ബോബ് ഡീക്രിപ്ഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DK ഓഫ് 3, 4 ഇൻറ്റു 3, 4 ഓഫ് ഇൻവേഴ്സ് മെട്രിക്സ് ആയിട്ടുള്ള 7, 8, 23, 11 ദാറ്റ്സ് ഈക്വൽ ടു അത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 9, 20 കിട്ടും. അത് ഏതിലാണ്? മോഡ് 26ലാണ്. ഇവിടെ ഡീക്രിപ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് K ഇൻവേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. ഇതേപോലെ തന്നെ DK ഓഫ് 11, 22 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 11, 22 മെട്രിക്സ് K ഇൻവേഴ്സ് 7, 18, 23, 11 ദാറ്റ്സ് ഈക്വൽ ടു 11, 24 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ആര് വരും? JU ഒന്നാമത്തെ വരും, രണ്ടാമത്തേതിന് LY എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ബോബിന് എന്ത് കിട്ടും? ഹിയർ ദി ഡീക്രിപ്ഷൻ ഓഫ് DELW ഈസ് ജൂലൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെ ഹില്ല് സൈഫറിൽ വർക്കിംഗ് റൂൾ എന്ന് പറയുകയാണെങ്കിൽ. അപ്പം നമുക്കിവിടെ ഒരു K ഉണ്ടാവും, ആ Kൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ എത്രയാണോ M ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.